ഒരു റെഡ് ലേഡി പപ്പായ മരമാണിത്. ഞാൻ നട്ടു വളർത്തിയതല്ല, പ്രകൃതിയിൽ നിന്ന് മുളച്ചു പൊങ്ങിയത്. എപ്പോഴോ ഉപേക്ഷിക്കപ്പെട്ടു പോയൊരു വിത്തായിരിക്കാം. ഇതിനു മുമ്പ് ഇതിൻ്റെ പ്ലാന്റുകളും അല്ലെങ്കിൽ വിത്തുകളൊക്കെ കാണുന്നിടത്ത് വെച്ചൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് ശ്രദ്ധാപൂർവം അതിനെ പാകി മുളപ്പിച്ച് അല്ലെങ്കിൽ തൈ നട്ട് ആവശ്യമായ വെള്ളവും വളവും ഒക്കെ ഒരുപാട് നൽകിയിട്ടുണ്ട്. മക്കളേക്കാൾ ഞാൻ അതിനെയൊക്കെ സംരക്ഷിച്ചു പോന്നിട്ടുണ്ട്. പക്ഷേ എനിക്കെന്നും പരാജയമായിരുന്നു. ഒരിക്കൽ പോലും നല്ല പഴങ്ങൾ എനിക്കതിന് ലഭിച്ചിട്ടില്ല. ഒന്നുകിൽ പ്ലാന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ നശിച്ചു പോകും, അല്ലെങ്കിൽ ആവശ്യമായ കായ്കനികളൊന്നും കിട്ടാറില്ല, അത് പെട്ടെന്നങ്ങ് നശിച്ചു പോകും. അങ്ങനെ നിരാശനായിരിക്കുമ്പോഴാണ് പ്രകൃതി എനിക്ക് നൽകിയിട്ടുള്ള ഒരു വരദാനമായിട്ട് ഈ പപ്പായ മരം അങ്ങ് മുളച്ചു പൊങ്ങിയത്. ഒട്ടും അനുകൂലമല്ലാത്തൊരു സാഹചര്യത്തിലാണ് വളർന്നത്. ഒട്ടും ഉപയോഗിക്കാത്ത ഒരു അലക്കുകല്ലാണ്. അവിടെ ഒന്നും കാര്യമായിട്ട് അലക്കാറൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ നിലമാണെങ്കിൽ കോൺക്രീറ്റ് ചെയ്തതാണ്. അവിടെ വെച്ച് ഒരു തൈ മുളച്ചു പൊങ്ങിയപ്പോൾ അതിനെ വളരാൻ അനുവദിച്ചു എന്നുള്ളതാണ്. അവിടെ വെള്ളമോ അല്ലെങ്കിൽ വളങ്ങളോ ഒന്നും കൊടുക്കാൻ പറ്റാത്തൊരു പ്രതലത്തിൽ നിന്ന് അങ്ങനെ വളരുമ്പോൾ വെറുതെ അങ്ങ് വളരാൻ അനുവദിച്ചു. കായ് ഇടാൻ തുടങ്ങിയപ്പോൾ വളരെ പെട്ടെന്ന് കായിട്ടു. ഇടാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അതൊരു റെഡ് ലേഡി പപ്പായ. അങ്ങനെയാണ് പ്രകൃതി എന്തെങ്കിലും ജീവനെ, അത് മനുഷ്യനായാലും മൃഗമായാലും പ്ലാന്റ് ആയാലും ഒക്കെ തന്നെ, ഇവിടെ ജീവിപ്പിക്കാനും വളർത്തുവാനും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തളർത്താൻ നമുക്ക് ആർക്കും സാധിക്കില്ല. അതാണ് പ്രകൃതി, അതാണ് പ്രകൃതിയുടെ നിയമം.